പിറകിലോട്ട് സഞ്ചരിച്ചു നോക്കാം. എന്താണ് ഇവരുടെ ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഇപ്പൊ ആ ചേച്ചിനെ നമ്മള് അവരുടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുത്ത പോലെ, അപ്പൊ ദിയ ഫാത്തിമന്റെ വീട്ടില്, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് പിന്നിലേക്കാണ് ഞാൻ പോകുന്നത്. ഇതേ സംബന്ധിച്ച് ഈ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാൻ ഇവരെ സംസാരിച്ചു. ദിയ ഫാത്തിമന്റെ വീട്ടുകാരോടൊക്കെ സംസാരിച്ചപ്പോ അവരൊന്നും ഇതിന്റെ ഒരു കറക്റ്റ് പറഞ്ഞു തരുന്നില്ല. കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, വേറെ രീതിക്ക് അന്വേഷിച്ച്. അപ്പൊ കുറെ വീടുകളും കുറെ ആളുകളും പ്രായമുള്ള ആളുകളൊക്കെ ആണല്ലോ, അവർക്കൊക്കെ സത്യാവസ്ഥ അറിയല്ലോ. കുറേ കാര്യങ്ങൾ ജുനീദ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഏകദേശം ആ വീടും പരിസരവും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. കാരണം ഇപ്പം ഇത്രയും കാര്യങ്ങൾ ജുനൈദൊക്കെ പറഞ്ഞു, നമ്മൾ ആ വീടും പരിസരവും കാര്യങ്ങളൊക്കെ കണ്ടു, കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ അത് പറയാനുള്ള കാരണം ഞാൻ പറയാം, ഓക്കെ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാം, ഓക്കെ. ജുനൈദ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ TVM 19 കേരള എന്ന ചാനൽ റിപ്പോർട്ട് ചെയ്ത ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ആ ന്യൂസ് ഞാനും കണ്ടതാണ്. പക്ഷെ ഞാനത് ബേസ് ചെയ്ത് വീഡിയോ ചെയ്തില്ല. കാരണം പറഞ്ഞ പോലെ തന്നെ അവരതിലൊരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടീനെ എടുത്തു കൊണ്ടുപോയത് ഭിക്ഷാടകരാണെന്ന് പറഞ്ഞിട്ട്. ഈ ഭിക്ഷാടകരാണ് ഈ ബസ് സ്റ്റാൻഡ് വഴി കൊണ്ടുപോയതെന്ന് പറഞ്ഞിട്ടാണ് അവരത് തുടങ്ങണത്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാഞ്ഞതും. കാരണം ജുനൈദ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഉറപ്പില്ല ഇവരാണ് കൊണ്ടുപോയതെന്നുള്ളത്. ഉറപ്പില്ലാത്തൊരു കാര്യത്തിൽ നമുക്ക് ഇവരാണ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഓക്കെ. ആയേക്കാം എന്നുള്ള കാര്യം നമുക്ക് പറയാം. ആയേക്കാം, അതായത് ഭിക്ഷാടകരായേക്കാം, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരായേക്കാം, നമുക്ക് സംശയങ്ങൾ പറയാം. പക്ഷേ ഇത് വ്യക്തമായിട്ട് ഇന്ന ആൾക്കാർ എടുത്തു കൊണ്ടുപോയി, ഭിക്ഷാടകർ എടുത്തു കൊണ്ടുപോയി എന്ന് ആ ചാനൽ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്കത് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ആ വീഡിയോ ബേസ് ചെയ്തിട്ട് എനിക്ക് സംസാരിക്കാൻ. അതുകൊണ്ട് തന്നെ ചെയ്യാഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനൊരു കാര്യം ജുനൈദ് പറഞ്ഞതുകൊണ്ട് പറയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഭിക്ഷാടകരെ ആണ് എടുത്തുകൊണ്ട് എന്ന് ഉറപ്പിച്ച് പറയാനുള്ള കാരണം എനിക്കറിയില്ല. ആരും കണ്ടിട്ടില്ലല്ലോ ഭിക്ഷാടകർ വന്നതോ അല്ലെങ്കിൽ കുട്ടീനെ എടുത്തു കൊണ്ടുപോയതോ. യാതൊരു തെളിവും അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ഭിക്ഷാടകരാണ് എടുത്തു കൊണ്ടുപോയതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ യാതൊരു എവിഡൻസും ഇല്ല, ഓക്കെ. അപ്പോൾ അത് കംപ്ലീറ്റ്ലി അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ പറയാനുള്ള കാര്യം, സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പ് TVM 19 കേരള ചാനൽ പറഞ്ഞ ആ സംഭവം ഉണ്ട്, ഞാനത് കാണിക്കാം, ഓക്കെ. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്ന കീഴ്പള്ളിയിലാണ്. മാസ്റ്റർ സ്മാരക ബസ് കാത്തിരിപ്പ് കേന്ദ്രം കീഴ്പള്ളി. ഈ ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് ഇറങ്ങിയാണ് കുറേയേറെ നാടോടി സ്ത്രീകൾ ദിയ ഫാത്തിമയെ അവരുടെ ആ ഭാണ്ഡക്കെട്ടിൽ മയക്കി കടത്തിക്കൊണ്ടുപോയി ദിയ ഫാത്തിമയെ നഷ്ടപ്പെട്ടു. ഭിക്ഷാടകരാണ് എടുത്തുകൊണ്ടുവന്നാണ് അവർ സ്റ്റേറ്റ്മെൻറ്റ്, ഓക്കെ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോകാം. പിന്നെ ജുനൈദ് പറഞ്ഞ കാര്യങ്ങൾ, ആ വീടുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഇപ്പോഴത്തെ വീഡിയോയിലും അതുമായി ബന്ധപ്പെട്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ചത്. അപ്പോൾ അതിൽ ഒരു ബാക്ക് സ്റ്റോറിയൊക്കെ, ഒരു ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം ആ വീഡിയോയിലോട്ട് നമുക്ക് പോകാം, ഓക്കെ. വേറെ രീതിക്ക് അന്വേഷിച്ച് കുറേ വീടുകളും കുറേ ആളുകളും പ്രായമുള്ള ആളുകളൊക്കെ ആണല്ലോ, അവർക്കൊക്കെ സത്യാവസ്ഥ അറിയല്ലോ. സമയം ഒരു 3 മണി നേരം പണ്ട് കാലം, എത്ര വർഷം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരട്ടെ. അങ്ങനെ ഒരു 3 മണി നേരം ഈ ദിയ ഫാത്തിമയുടെ ഉമ്മൻ്റെ ഉമ്മ, അന്ന് ദിയ ഫാത്തിമ ഉണ്ടായിട്ടില്ല, ദിയ ഫാത്തിമയുടെ ഉമ്മൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അന്ന് അവർക്ക് 15-16 വയസ്സുള്ളൂ. ഈ ഇപ്പോൾ നഷ്ടപ്പെട്ട വീട് അതിനെ കുറിച്ചാണ് പറയുന്നത്. തറവാടായിരുന്നു അവിടെ. തറവാട്ടിൽ നിന്ന് ഇപ്പോൾ അന്നും ഈ അയൽവാസികളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ ഈ ഒരു പ്രായത്തില് ഒരു പയ്യന് അങ്ങനെ വരികയാണ്, ഈ അയൽവാസിയായിട്ടുള്ള ഈ പയ്യന് ആ വീട്ടിലേക്ക് വരും ഒരു 3 മണി നേരം. അപ്പോ ദിയ ഫാത്തിമയുടെ ഉമ്മയും, അന്ന് ഉമ്മ കല്യാണം കഴിഞ്ഞിട്ടില്ല, ആ ഉമ്മന്റെ ഉമ്മയും കൂടെ ചെറിയൊരു തെങ്ങുണ്ട്, ചെറിയ തെങ്ങ, വലിയ തെങ്ങല്ല, അവിടുന്ന് ഒരു ഇളനീര് പറിച്ചിടാൻ, അതായത് നോമ്പ് കാലാണ്, അവർക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് അവരെടുക്കും. ഇതിങ്ങനെ തോട്ടി കൊണ്ട് ഇത് പറിക്കാൻ നിൽക്കുന്ന സമയത്താണ് ഈ പയ്യൻ അങ്ങനെ കയറിയത്. ഈ പയ്യന്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ തെങ്ങിൽ കയറുന്നതും അതുപോലെ സംബന്ധിച്ച് ഈ മരത്തിന്റെ ചില്ലകളൊക്കെ വെട്ടലും ക്ലീൻ ആക്കി കൊടുക്കലും. തെങ്ങ് കയറുന്ന ഒരു തെങ്ങ് കയറ്റ തൊഴിലാളിയാണ് പുള്ളി. അപ്പൊ
ഇങ്ങനെ വരുന്നത്. പുള്ളി പറഞ്ഞു, എന്താ അമ്മ എന്താ ചെയ്യുന്നത്? അങ്ങനെ ഞങ്ങൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കുറച്ച് ഇളനീരിടാൻ വേണ്ടി. അയ്യോ അത് മൂത്തതൊക്കെ ഉണ്ടാകുമ്പോൾ അത് കേട് വരുത്തണ്ട, ഞാൻ കയറി ഇട്ട് തരാം, എനിക്കും വേണം 2-3 എന്ന് പറഞ്ഞിട്ട് ഈ പയ്യൻ കയറുമ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ ആ കാണുന്ന ഇതിൽ പിടിക്കല്ലേ. ഇവൻ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എങ്കിലും അമ്മ പറഞ്ഞു, മോനെ ആ കാണുന്ന എന്താ പറയാ ഓല മടലിൽ പിടിക്കല്ലേ, അത് താഴെ വീഴും. ആ ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ കയറി. ഇവ അത് പിടിക്കാതെ തന്നെ മേലെ കയറി ഒരു പോലെ താഴെ കിട്ടും. അറിയാതെ പിടിച്ചത്, പിന്നെ എന്തോ പിടുത്തം പോയി പിടിച്ചത് ഇതില് നേരെ താഴെ കിടക്കുന്നു. നിർഭാഗ്യവശാല് ബോധം പോയി. എന്താ പറയാ, ഒരു വല്ലാത്ത അവസ്ഥയാണത്. അങ്ങനെ ഇവർ നിലവിളി കൂട്ടുന്ന ആളുകളൊക്കെ കൂടി. അപ്പോഴാണ് അപ്പൊ അപ്പുറത്തൊക്കെ ആളുകൾ, തൊട്ടടുത്ത് വീടുകളല്ലേ, അതൊക്കെ എല്ലാവരും കാണുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഓടി വന്ന് ആംബുലൻസിലൊക്കെ കൊണ്ടുപോയി, ആ വണ്ടി വിളിച്ചിട്ട് വണ്ടിയിൽ കൊണ്ടുപോയി ആശുപത്രിയിലൊക്കെ പോയി. ഞങ്ങൾക്ക് നട്ടലിനതായി, അയാൾ കിടപ്പിലായി. ഒരു പഴയ ഫ്ലാഷ് ബാക്ക് ആണത്. അപ്പൊ അന്ന് മുതൽ ഇതിങ്ങനെ സംഭവിച്ചതിനും ശേഷം ഈ വീട്ടുകാർക്ക് അതുവരെ ആ വീട്ടിൽ പല സംഭവങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ സംഭവിക്കുന്നത്, അതൊക്കെ എൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് കാര്യങ്ങൾ അവരെ കുറിച്ച് മുഴുവൻ പഠിച്ചിട്ട് ഞാൻ സംസാരിക്കുന്നത്. ഒരിക്കലും ദിയാ ഫാത്തിമന്റെ വീട്ടുകാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ എനിക്ക് പറഞ്ഞു തന്നതല്ല. നിങ്ങൾക്കറിയാം, ഞാനിതുവരെ സംസാരിച്ചതൊക്കെ എന്താണോ നിങ്ങൾക്കറിയാം, ഒരാൾ പറഞ്ഞു തന്നത് നിങ്ങൾക്കറിയാം. അപ്പൊ ഈ പയ്യനെ സുഖമില്ലാതെ കിടക്കുന്ന ഒരു പയ്യനാണ്. ഇപ്പോഴും അവന് എഴുന്നേറ്റ് നടക്കാനോ മറ്റുള്ളൊന്നും പറ്റൂല, വടി കുത്തിയിട്ടാണ് നടക്കുന്നതാണ്. അപ്പൊ ഞാൻ ഇവനെ കുറിച്ച്, അതായത് ഈ വീട്ടുകാരെ കുറിച്ചാണ് എനിക്ക് മെയിനായിട്ട് 2 വീടുകളാണ് എനിക്ക് അന്വേഷിക്കേണ്ടി വന്നത്. അപ്പോൾ ഞാൻ 10% ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. കുറെ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് മുന്നോട്ടുള്ള സമയങ്ങളിൽ പറയാം. പോലീസിനോട് എന്താ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത് നമുക്ക് നോക്കാം, അതിനുശേഷം പറയാം. അങ്ങനെ അതിനുശേഷം ഇവർക്ക് ഒരു ശത്രുത കാര്യങ്ങളൊക്കെ വന്നു ഇവർക്ക്. പിന്നെ എനിക്ക് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്, അത് ഞാൻ ദിയാ ഫാത്തിമന്റെ വീട്ടിൽ വിളിച്ച് കഴിഞ്ഞിട്ടില്ല. ഉമ്മേന്റെ നമ്പർ ഇവരോട് ഞാൻ വിളിച്ചിരുന്നു. ഇങ്ങനെ ഒരു കോഴിയുടെ വിഷയം ചോദിച്ചപ്പോൾ ഇവരൊന്നും മൗനമാണ് എനിക്ക് എന്നോടൊരു മറുപടി അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്, 12ഓളം കോഴിയെ, അതായത് ദിയാ ഫാത്തിമന്റെ ഉമ്മന്റെ വീട്ടിലുള്ള തറവാട്ടിലുള്ള 12ഓളം കോഴിയെ ഈ വീട്ടിലുള്ള ആളുകൾ കൊന്നിട്ടുണ്ട്. അവര് നല്ല ശത്രുതയിലാണ് അവര്. അതായത് ആ അമ്മ വിചാരിച്ചിരിക്കുന്നത്, ആ അമ്മയും ഈ വീട് കിടക്കുന്നവർ വിചാരിച്ചിരിക്കുന്നത്, അവരുടെ കുറച്ചൊരു അന്ധവിശ്വാസത്തിന്റെ ആളുകളാണ് അവർ. അപ്പൊ അവർ വിചാരിക്കുന്നത്, ഇവിടുത്തെ തെങ്ങ് കയറിയിട്ട് ഞാൻ ഇങ്ങനെ വന്ന് എന്റെ മകന്റെ ഭാവി പോയത് ഈ വീട്ടുകാരുടെ ശാപം കൊണ്ടാണ് എന്നുള്ള രീതി, കുറച്ച് പ്രാർത്ഥനാപരമായിട്ടുള്ള ആളുകളാണ് അവർ. കുറച്ചൊരു അന്ധവിശ്വാസം കൂടുതലുള്ള ആളുകളാണ്. നിങ്ങളെ ചർച്ച പോകുന്നൊക്കെ വേറെ ആയിരിക്കും, അതടക്കിട്ട് അതിനെ കുറിച്ചൊന്നും സംസാരിക്കണ്ട. അപ്പൊ അങ്ങനെ ഇവരുടെ ശത്രുതയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരോട് ഭയങ്കര ശത്രുത, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ കുറെ വർഷങ്ങളോളൊന്നും മിണ്ടാതെ ഒക്കെ ഇരുന്ന് അങ്ങനെയൊക്കെ ഇങ്ങനെ പോയി. വല്ലപ്പോഴും കാണുമ്പോഴൊക്കെ പിന്നെ സംസാരിക്കും. അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. പിന്നെ ലാസ്റ്റ് സമയത്ത് ദിയാ ഫാത്തിമ അവരെ കല്യാണമൊക്കെ കഴിഞ്ഞു, മക്കളൊക്കെ ഉണ്ടായി. അപ്പോഴൊക്കെ കുറച്ച് മിണ്ടാനൊക്കെ തുടങ്ങി. അവർ ഓക്കെ ആയി, പിന്നെ തമാശ പറയാൻ തുടങ്ങി. അങ്ങനെയുള്ള ഒരു ബന്ധം, നല്ല ബന്ധത്തിൽ അങ്ങനെ ആയി പോകുന്നു. പക്ഷേ ദിയാ ഫാത്തിമനെ കാണാതായി. അവര് നല്ല ബന്ധമായിട്ടു, നല്ല ബന്ധവും കാര്യങ്ങളൊക്കെ ആയി, നല്ല സൗഹൃദമായി, പഴയ പോലെ ആയി. അപ്പൊ ആ ദിയാ ഫാത്തിമനെ കാണാതായ അന്ന് കുറച്ച് ആളുകൾ, അയൽവാസികളായിട്ടുള്ള ആളുകളും നാട്ടുകാരും ഈ വീട്ടുകാരൊക്കെ പോയിട്ട് ഈ വീട്ടിലാണ് കയറി. നായ കയറിയ വീടല്ല, ഈ വീട്. അപ്പൊ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, ഓടിച്ചെന്നിട്ട് പറഞ്ഞു, കുട്ടീനെ കാണാനില്ലല്ലോ, നമുക്കൊന്ന് തിരയണ്ടായിരുന്നു. ഇവരടുത്തേക്ക് ചോദിച്ചു, അവരെ കുട്ടീനെ കാണാതെ പോയതിന് ഇവിടെ തിരഞ്ഞിട്ട് എന്താ കിട്ടാൻ? ഞങ്ങളെന്താ കിഡ്നാപ്പേഴ്സാ? അപ്പൊ ഈ പയ്യനാണ് ചൂട് വന്നത്. ഞങ്ങളെന്താ കിഡ്നാപ്പേഴ്സാ? ഞങ്ങൾ എന്താണ് ഒറ്റൊന്ന് കയറിയാലും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷോ ഇവിടെ കിടന്നിട്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെ കുറിച്ച് കുറച്ച് സൂചിപ്പിച്ചിരുന്നു. ഞാൻ ഇത്ര വിശദമായിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ ചൂണ്ട എറിഞ്ഞിരുന്നു. അതിലൊന്ന് കൊത്തു നോക്കാൻ വെയിറ്റ് ചെയ്തതാ. വളരെ മനോഹരമായിട്ട് കൊത്തിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോ ഇവരിങ്ങനെയൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താണ് പറഞ്ഞത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാര്യങ്ങൾ ഓൾറെഡി നമുക്ക് മനസ്സിലായി. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ വീട്ടുകാർക്ക് എന്തോ ഒരു പകയുണ്ട് എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലായ കാര്യം, അല്ലേ? നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യം അതാണ്. ഈ വീട്ടുകാർക്ക് എന്തോ ഒരു പകയുണ്ട്. അതുകൊണ്ടാണ് ഇവർ കുട്ടി കാണാതായ ദിവസം, ഓഫ് കോഴ്സ് ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് എല്ലാവരും തിരയുമ്പോൾ, എല്ലാവരും അന്വേഷിക്കുമ്പോൾ ഈ വീട്ടുകാർ അങ്ങോട്ട് പറയുന്നു ഞങ്ങൾ വീട്ടിലില്ല, ഞങ്ങൾ കിഡ്നാപ്പേഴ്സ് ആണോ എന്ന് അങ്ങോട്ട് അവർ ദേഷ്യപ്പെട്ട് പറയും, എല്ലാവരും കൂടെ ഒന്നിച്ച്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ആരും പറയില്ല, അത് സത്യമാണ്, ആരും പറയില്ല. അപ്പം അതുകൊണ്ട് സംശയം ഉണ്ടാവാം നമുക്ക്, ഇവരാണോ എന്നുള്ളൊരു സംശയം.
ഡൗട്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ വീഡിയോ കണ്ടതിൽ ജുനീദ് പറയുന്ന കാര്യം, ജുനീദിന് അറിയാം, ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, അറിയാം ആരാണ് കൊണ്ടുപോയത് എന്നുള്ളത് 99% അറിയാം. അതുപോലെ തന്നെ ആൾക്ക് തിരിച്ചേൽപ്പിക്കാം എന്നുള്ള കാര്യം പറഞ്ഞു, തിരിച്ചേൽപ്പിക്കാം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത് 22 വർഷം മുമ്പത്തെ കാര്യത്തിലോട്ടൊക്കെയാണ് ജുനീദ് പോയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ്, അത് എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഞാനിപ്പോൾ ഈ ദിയ ഫാത്തിമേൻ്റെ കേസ് സ്റ്റോറി ഞാനിങ്ങനെ ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കാണുകയല്ലേ, ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 1.5 വയസ്സായ ദിയ ഫാത്തിമ, ഇതിൻ്റെ മുമ്പ് ഈ പറഞ്ഞ TVM 19 കേരള ചാനലിൽ അവർ ഇതിൻ്റെ ഒരു ഡെമോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെമോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, കസാലയിൽ ആ കൊച്ചിൻ്റെ ഈ പറഞ്ഞ ദിയ ഫാത്തിമേൻ്റെ അനിയനെ വെച്ചിരുത്തി, തൊട്ടടുത്ത് ഉമ്മയുണ്ട്, ദിയ ഫാത്തിമയുടെ ഉമ്മയുണ്ട്, കുട്ടി കസാലയിൽ എങ്ങനെയാണ് ഇരുന്നതെന്നും കുട്ടിക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഡെമോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടോ? കണ്ടില്ലേ? ഞാൻ കാണിച്ചു തരാം. മുഹമ്മദ് സബീൻ. ഓക്കെ, എത്ര വയസ്സുണ്ട് കുഞ്ഞിന്? 4.5 വയസ്സ്. 4.5 വയസ്സുള്ള കുഞ്ഞിനെയാണ് ഈ കസേരയിൽ ഇരുത്തിയിരിക്കുന്നത്. ദിയ ഫാത്തിമ എന്ന് പറയുന്ന കുഞ്ഞ് നഷ്ടപ്പെട്ടതിന് ശേഷം ഉണ്ടായ മോനാണ് ഇവന് ഈ കസേര എടുത്തിരിക്കുന്നത്. കാല് തറയിൽ മുട്ടുന്നുണ്ടോ നോക്കിക്കേ. മോനൊന്ന് ഇറങ്ങിക്കുക, കസേര ഒന്ന് ഇറങ്ങിക്കേ. കണ്ടോ, അവൻ ആ കൈ കൊണ്ടൊരു സഹായം വേണം. അന്ന് ഇതുപോലുള്ള ഈ കസേരയിൽ ഈ ഹാൻഡ് റെസ്റ്റ് ഉണ്ടായിരുന്നു. ഈ കസേരയ്ക്ക് അതാണ് ഞാൻ ഈ കസേര നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടാണ് ഈ കസേര ഇവിടെ വെച്ചത്. എല്ലാവരും അമ്മമാരാണ്, എല്ലാവരും മക്കളെ വളർത്തുന്നവരാണ്, എല്ലാവർക്കും അറിയാം ഒരു കുഞ്ഞ് എത്രത്തോളം നടക്കുന്നു എന്നും എങ്ങനെയൊക്കെ പോകുന്നു എന്നുള്ളത്. ഈ 1 വയസ്സും 5 മാസമായ കുഞ്ഞ് എങ്ങനെ എത്ര നടക്കുന്നു എന്തായാലും കറക്റ്റായിട്ട് അറിയാമല്ലോ, എല്ലാവർക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ടല്ലോ. അല്ല, ഇത് തീർച്ചയായിട്ടും സാക്ഷ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ഞാനിത് ഇവിടെ ഒന്ന് ഇരിക്കുകയാണ്. ദിയാമോള് അന്ന് ഇരുന്നത് ഈ സിറ്റ് ഔട്ടിന്റെ തൊട്ടടുത്തുള്ള ഈ ഹാളില് ഈ ഡോറിൽ കൂടെ ഈ കുഞ്ഞിന് പുറത്ത് നടക്കുന്ന മഴ കാണാൻ വരുന്ന രീതിയിലാണ് കുഞ്ഞിന്റെ ഉമ്മ അതിനെ ഇരുത്തി ആ കുഞ്ഞിന്റെ കയ്യില് ടീ ഗ്ലാസ്സിലുള്ള ചായയും കൊടുത്തതിന് ശേഷമാണ് ഉമ്മ അകത്തേക്ക് പോകുന്നത്. ശേഷം എത്ര മിനിറ്റിനുള്ളിലാണ് നിങ്ങൾ മടങ്ങി വരുന്നത്? 5 മിനിറ്റിനുള്ളിൽ 5 മിനിറ്റിനുള്ളിൽ മടങ്ങി വന്നു. ഈ 11 പേരോളം വീട്ടിലുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അവരാരും ഈ കുഞ്ഞിനെ ഇരുത്തിയതോ പുറത്തേക്കുള്ള ഇല്ല. അതെന്ന് വെച്ചാല് ഉള്ളിലാണ് പെരുന്നാള് കൂടാൻ വേണ്ടി വന്നപ്പോ ബാന്റെ ചുറ്റും നിൽക്കുന്ന മറ്റുള്ള കറക്റ്റാണ്. 1.5 വയസ്സായ കുട്ടിക്ക് ഒരിക്കലും ഇറങ്ങാൻ സാധിക്കില്ല എന്നുള്ളത്. ആ സെയിം കസാല തന്നെയാണ് അത് ഉമ്മ പറയുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് ഇറങ്ങി, അതും വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് മഴയും കഴിഞ്ഞു, അങ്ങനെയും കഴിഞ്ഞു, മുറ്റം കഴിഞ്ഞു, അതും കഴിഞ്ഞു, അങ്ങനെ അവിടെ എത്തി എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമില്ല. അത് നടക്കൂല, ഉറപ്പാണ്. അപ്പോൾ അത് വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായല്ലോ, അത് നടക്കൂല എന്നുള്ളത്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യാം. അപ്പോൾ 3 മണി സമയം പറയുന്നുണ്ട്. ഈ സമയത്താണ് നടന്നത്. 5 മിനിറ്റ് മാറി നിന്നിട്ടുള്ളൂ ഉമ്മ. കുട്ടിക്ക് ചായ കൊടുത്ത് ഉമ്മ അങ്ങ് മാറി നിന്നു. 5 മിനിറ്റ് സമയം. ആ സമയത്തിൻ്റെ അകത്ത് ഇത്രയും മഴത്ത് പറഞ്ഞ പോലെ പുറത്തുനിന്ന് ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോസിബിളാണ്. മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും എവിടെയെങ്കിലും ഒന്ന് മാറി നിൽക്കാനോ അല്ലെങ്കിൽ പൊതുവെ പുറത്തിറങ്ങാറില്ല എന്നാണ് എൻ്റെ ഒരു ഊഹം. അതിന് വേണ്ടിയിട്ട് ആരും, അതായത് ഇപ്പോൾ നോർമലി പകൽ മഴയില്ലാത്ത സമയത്തൊക്കെ ആളുകൾ യാത്ര ചെയ്യുമായിരിക്കും, പക്ഷെ മഴ പെയ്യുമ്പോൾ പൊതുവെ കുറവാണ്. അപ്പോൾ നടപടികൾ വരിക, അത് ഈ കുട്ടീനെ കൊണ്ടുപോകാനായിട്ട് നടപടികൾ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന സംഭവമല്ല. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് വെച്ചാൽ, ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുട്ടിയെ അറിയുന്ന വ്യക്തികൾ തന്നെ ചെയ്ത പണിയാണെന്നുള്ളത്. അറിയുന്ന ആളുകൾ തന്നെ ഇതിൻ്റെ പിന്നിലുണ്ട്. ഓക്കെ, അതാരും ആവാം. അപ്പോൾ ഈ ജുനൈദ് പറഞ്ഞ കുറേ ഫ്ലാഷ് സ്റ്റോറിയും കാര്യങ്ങളും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്കുള്ളൊരു സംശയം, പിന്നെ ഒരു പോലീസുകാരൻ്റെ കാര്യം പറഞ്ഞു. പോലീസുകാരൻ വീട്ടിൽ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോലീസുകാരൻ അവിടെ ഇല്ല എന്ന് പിന്നെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. അതായത് ഈ ദിയ ഫാത്തിമേൻ്റെ വീട്ടിൽ കയറിയിട്ട് പറഞ്ഞു, ഉമ്മായോട് ഒരു നുണ പറഞ്ഞു, കുട്ടീനെ കൊണ്ടുപോയത് ഞങ്ങളെ ഭർത്താവിൻ്റെ വീട്ടുകാരാണെന്നും അവിടെ ചെന്നിട്ട് തിരിച്ചു പറഞ്ഞു. അപ്പോൾ അങ്ങനൊരു സംഭവമാണ്. അപ്പോൾ ഇതാരാന്ന് പോലും ആർക്കും അറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ആരോ എന്തോ ഒരു പ്രതികാരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇവർക്കെതിരെ ആരോ ശത്രു ഉണ്ടെന്നും എന്തോ ഒരു പക ഉള്ള ഒരാൾ എന്തിനോ വേണ്ടിയിട്ട് ചെയ്തതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, കുട്ടീനെ വിറ്റിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇവരോട് പകയുള്ള റിവെഞ്ചുള്ള ആരോ ചെയ്തൊരു സംഭവമായിട്ടാണ് എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്യുന്നത്. അതല്ലെങ്കിൽ കുട്ടീനെ വിറ്റിട്ട് ലാഭത്തിന് വേണ്ടിയിട്ട്, അതൊക്കെ ഇവരറിയും, ഇവരുമായിട്ട് ബന്ധമുള്ള ആളുകളാണ് ചെയ്തത്, അല്ലാതെ ഔട്ട്സൈഡേഴ്സ് അല്ല ചെയ്തത്. അതായത് പുറമേയുള്ള നാടോടികളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ അല്ല, ഇവരുമായി കണക്ട് ചെയ്തിട്ടുള്ള ആളുകൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വ്യക്തമായിട്ട് അന്വേഷിക്കണം. ഓക്കെ, കാരണം എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു പോയിൻ്റ് അതാണ്. അപ്പോൾ ഇവരിപ്പോൾ കുട്ടിയെ എന്ത് ചെയ്തു എന്നുള്ളതും അറിയില്ല. കുട്ടീനെ ഒരു വിറ്റോ അല്ലെങ്കിൽ വളർത്തുന്നുണ്ടോ, അത് കുട്ടീനെ പോറ്റുന്നുണ്ടോ ഒന്നും അറിയില്ല. കുട്ടി എവിടെയാണെന്ന് ഒന്നും അറിയില്ല. അതും അന്വേഷിക്കണം. അപ്പം ഇവരുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ തന്നെയാണ് 100% ഇതിൻ്റെ പിന്നിലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങൾക്കതല്ലേ തോന്നുന്നത്? കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾക്ക് ഉള്ള ഇതെല്ലാം ഞാൻ കമൻറ്റ് ചെയ്യും. ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നൊരു പിക്ചർ അതാണ്. ഏകദേശം ഇവരൊക്കെ എനിക്ക് മനസ്സിലാവുന്ന പിക്ചർ അതാണ്. കാരണം കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചേർത്ത് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ചിത്രം ഇവരുമായി ബന്ധപ്പെട്ട ആൾ തന്നെയാണത്. അത് അയൽവാസികളെന്നല്ല ഉദ്ദേശിച്ചത്. ചിലപ്പോൾ അവരെ കുടുംബക്കാരാവാം, ചിലപ്പോൾ അയൽവാസികളാകാം, ചിലപ്പോൾ വേറെ ഇവരായിട്ട് ബന്ധമുള്ള ആരോ ആണത്, അത് ഉറപ്പാണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ മഴയുള്ള ദിവസം ഇതിന് വേണ്ടിയിട്ട് നോക്കിയെടുത്തതാണോ, അതല്ല അവർ അവിടെ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. കാരണം കുട്ടി എക്സാക്റ്റ് ഒരു 5 മിനിറ്റ് കൊണ്ട് കുട്ടീനെ എടുത്തു കൊണ്ടുപോകണമെങ്കിൽ ആ പരിസരവുമായി അറിയുന്ന ഒരാളായിരിക്കണം എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, ആ പരിസരവും ആ വീടും കുറച്ച് കാര്യങ്ങൾ അവർ നിരീക്ഷിച്ചിട്ട് ചെയ്ത പണിയാണ്. അതായത് ഇങ്ങനെയൊക്കെ നിരീക്ഷിക്കുമല്ലോ, ആ സന്ദർഭം നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ഇതിന് വേണ്ടിയിട്ട്, അങ്ങനെ നോക്കി നിന്നിട്ടുള്ള ആരോ ആണത്. അപ്പോൾ ഇതൊക്കെ വ്യക്തമായിട്ട് അന്വേഷിച്ച് ഈ കേസ് എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം ഞാൻ നിരന്തരം വീഡിയോ ചെയ്യുന്നുണ്ട്. ഓരോ തവണ വീഡിയോ ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിലിങ്ങനെ വിഷമമാണ്. കാരണം ആ കുട്ടിക്ക് എന്ത് പറ്റി, ആ കുട്ടിയുടെ അവസ്ഥ എന്താണെന്നുള്ള ഉമ്മയുടെ അത് വേറെ. ഇത് എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നവർ ചിന്തിക്കും ഇവരിങ്ങനെ ചുമ്മാ അങ്ങനെ ദിയ ഫാത്തിമനെ പറഞ്ഞ് പൈസ ഉണ്ടാക്കുകയാണെന്നൊക്കെ പറയും. പക്ഷേ ഈ സംഭവം നമുക്ക് അതായത് ഒരു വല്ലാത്തൊരു വീർപ്പുമുട്ടലായി മാറിയിട്ടുണ്ട്, വിഷമായിട്ട് മാറിയിട്ടുണ്ട്. ഇത് നിരന്തരമായിട്ട് നമ്മളിത് ചർച്ച ചെയ്യുകയാണ്. ചർച്ച ചെയ്യുന്നത് തന്നെ പെട്ടെന്ന് ഇതിനൊരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതായത് ഒരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടും എന്ത് സംഭവിച്ചെന്ന് അറിയാനും അല്ലെങ്കിൽ ദിയ ഫാത്തിമനെ കിട്ടാൻ വേണ്ടിയിട്ടും. അത് ഇപ്പോൾ ഉമ്മ പറഞ്ഞില്ല, ആ ഉമ്മക്ക് അറിയണം എന്ത് സംഭവിച്ചു എന്ന്. മരിച്ചില്ലെങ്കിൽ മരിച്ചു, അല്ലെങ്കിൽ എന്തുണ്ടായി, അല്ലെങ്കിൽ കുട്ടി എവിടെയാണ് എന്നുള്ള കാര്യം അറിയണം. സെയിം സംഭവം തന്നെ എനിക്കുള്ളത്. ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ, എന്താണ് ഇവിടെ നടന്നതെന്നുള്ള കാര്യം അറിയണം. അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യാനാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ സംഭവം, ഈ കേസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്. എല്ലാ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്, ചില പോയിൻറ്റ്സ് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ ക്ലിപ്പുകൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത്രയും സംഭവങ്ങളും തെളിവുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം എക്സാക്ട്ലി ഇത് പോലീസിന് കൊടുത്തു എന്നുള്ളത് ഞാൻ ഇങ്ങനെ കുറേ വീഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു അപേക്ഷ, പോലീസിന് കൊടുക്കാതെ ഇല്ല കോടതിക്കോ അല്ലെങ്കിൽ അങ്ങനെ വേറെ വല്ല, എനിക്കിതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ, അറിയാത്തതുകൊണ്ട് പറയാണ്, വേറെ വല്ല ഇതിൻ്റെ അപ്പുറത്ത് വല്ല ടീമുണ്ടെങ്കിൽ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക. പോലീസിന് കൊടുത്തു ഞാൻ ഇപ്പോൾ കുറേ ആയി കേട്ടുകൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ കേട്ട് മടുത്തു. പോലീസിന് കൊടുത്തു യാതൊരു പ്രയോജനമില്ല, ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്ത് വല്ല ആൾക്കാരുണ്ടെങ്കിൽ ഓലെ കൈ കൊണ്ടുപോയി കൊടുത്ത് ഇതൊന്ന് പരിഹാരം ഉണ്ടാക്കാൻ നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ ഈ വീഡിയോ ചെയ്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇത് എന്തോ ഒരു എൻ്റെ മൈൻഡ് അങ്ങ് മാറിപ്പോയാണ് സത്യം പറഞ്ഞു.
ഇത് വല്ലാത്തൊരു കേസായിപ്പോയി, അതാ പറയാറുള്ളത്. അപ്പോൾ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജുനൈദിനോടായാലും ഈ കേസിൻ്റെ പിന്നിലുള്ള ആൾക്കാരോടായാലും നിങ്ങൾ ഈ പോലീസിന് കൊടുക്കാതെ വേറെ വല്ല ടീമിനും ഇതിൻ്റെ അപ്പുറത്ത് വല്ല വകുപ്പുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി കൊടുക്കുക ഈ കേസിൻ്റെ കാര്യം. എന്നിട്ടത് പെട്ടെന്ന് ക്ലോസ് ചെയ്യും. കാരണം ഇതൊരു വളരെ നിസ്സാര കേസാണ്. ഇതെന്തിനാണ് ഇത്രയും വലിയൊരു അത് ആക്കിയെടുത്തുള്ളതെന്ന് അറിയില്ല, എന്തിനാണ് ഇത്രയും വലിയൊരു. കാരണം നമ്മൾ കേട്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ വളരെയധികം, അതായത് ഒരുപാട് നമുക്ക് ഇങ്ങോട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ടൊരു കിഡ്നാപ്പിംഗ് ആണ് ഇത്. അതും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം റിവെഞ്ച് റിവെഞ്ചിൻ്റെ ബേസിസിലാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു തോന്നൽ ഇത് പക്കാ പ്രതികാരമാണ്, അവരോടുള്ള പ്രതികാരം ആരോ ചെയ്തതാണ്. അതൊന്ന്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആർക്കോ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്, അല്ലാതെ ആരെങ്കിലും പെട്ടെന്ന് കയറി വന്ന് അങ്ങ് എടുത്തു കൊണ്ടുപോയ സംഭവമല്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ആ ആൾക്കാരുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ തന്നെ വേണം നമ്മളിതിന് ക്യാച്ച് ചെയ്യാൻ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. അല്ലാതെ പുറത്തുനിന്ന് നാടോടികളോ പുറത്തുനിന്ന് വല്ല അണ്ണാച്ചികളോ പുറത്തുനിന്ന് വന്ന ആൾക്കാരോ ഒന്നും ചെയ്ത പണിയല്ലത്. ഓക്കെ, കാരണം ഇത് ചിന്തിക്കാൻ നമുക്ക് അത്ര വലിയ ബുദ്ധിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ആ കുട്ടീനെ വ്യക്തമായിട്ട് അറിയുന്ന ആൾ, അതുപോലെ ആ ഉമ്മാനെ വ്യക്തമായിട്ട് അറിയുന്ന ആൾ, ആ വീട്ടും പരിസരവും നന്നായിട്ട് അറിയുന്ന ആൾ ഇതൊക്കെ അവർ ചെയ്ത പണിയാണ്. അപ്പം അത്രേ പറയാനുള്ളൂ. ഇപ്പോൾ ഉടനെ തന്നെ ഈ കേസ് ക്ലോസ് ചെയ്യുന്നൊരു വിശ്വാസമുണ്ട്. അതാണ് എനിക്കുള്ള വിശ്വാസം, എല്ലാവർക്കുള്ള വിശ്വാസം അത് തന്നെയാണ്. ഒരു സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞു കുട്ടി പെരിന്തൽമണ്ണ ഉണ്ട്, വേറൊരു സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞു കുട്ടി അവിടെ ഉണ്ട്. ഇതിന് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞു, ഒരു സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞു കുട്ടി അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ. ഇതിപ്പോൾ 3-4 വട്ടമായി ഇങ്ങനെ സ്ത്രീകൾ വിളിച്ച് പറയണത്. അതെന്താണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അന്വേഷിക്കണം കേട്ടോ. ഇതെന്താ അതെന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. ഇനി അങ്ങനെ ആരെയും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വിടരുത്, നല്ല ശിക്ഷ കൊടുക്കണം, ആരാണെങ്കിലും കേസ് എടുക്കണം. കാരണം ഇത് ചില്ലറ ഇതല്ല ഒരാളെങ്ങനെ സ്വീപ്പാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ സംഭവം ഇപ്പം പല തവണയായിട്ട് മൂന്നാമത്തെ തവണ ഞാൻ കേൾക്കുന്നത്, പല ആൾക്കാർ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് വിളിക്കുന്നത്. ആ വിളിക്കുന്ന ആൾക്കാരെ കണ്ടെത്തുകയും അവർക്ക് തക്കതായ ശിക്ഷയും കൊടുക്കണം. കാരണം ചുമ്മാ കളിപ്പിക്കാനാണ് അതിൽ ഉദ്ദേശം. അതായത് ആൾക്കാരെ വെറുതെ സ്വീപ്പാക്കുക എന്നുള്ളത്. ഉള്ളതാണെങ്കിൽ ഓക്കെ, ഉള്ളത് മീൻസ് നമുക്ക് ചിലപ്പോൾ സംശയം തോന്നിയിട്ട് ദിയ ഫാത്തിമയാണോ എന്നൊരു സംശയം, ഇപ്പോൾ ഒരു മുഖച്ഛായ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ട് നമുക്ക് തോന്നിയിട്ട് നമ്മൾ പറയണത് ഓക്കെയാണ്. ചിലപ്പം അങ്ങനെ തോന്നിയിട്ട് പറയാൻ, അല്ലാതെ തന്നെ ഇപ്പോൾ 1-2 പേര് അങ്ങനെ കള്ളത്തരം പറഞ്ഞു എന്നുള്ളത് വ്യക്തമായിട്ട് ജുനൈദ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരെ വെറുതെ വിടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഓൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം, പിടിച്ചകത്തിടണം. കാരണം മനുഷ്യന്മാരെ ഇങ്ങനെ ഇപ്പോൾ ഒന്നാമത് ദിയ ഫാത്തിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ ടെൻസ്ഡാണ്, ഒരു വീട്ടുകാർ, അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാർ. പിന്നെ ഈ കേസിൻ്റെ പിന്നാലെ നമ്മൾ സീരിയസ് ആയിട്ട് നടക്കണം കുട്ടീനെ കിട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാർ കുട്ടിയെ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞാൽ അതിന് ഏത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും പിടിച്ചകത്തിടണം, നല്ലോണം കൊടുക്കണം. ചെറിയൊരു സംഭവമായിട്ട് കാണരുത് അത്. ഇനി അങ്ങനെ ആരും ചെയ്തു കഴിഞ്ഞാൽ അതാണ് കൊടുക്കേണ്ടത്, അല്ലാതെ അതങ്ങ് വിടുകയല്ല വേണ്ടത്. പറഞ്ഞു ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ദിയ ഫാത്തിമനെ പോലെ തന്നെയുള്ളൊരു കുട്ടി, അത് ഏകദേശം 2014 കാണാതായ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആരെ കുട്ടിയാണ് ഏതാണെന്നൊക്കെയുള്ള കാര്യമൊക്കെ അന്വേഷിച്ച് അവരെ കുട്ടിയെ, അല്ലെങ്കിൽ ആ കുട്ടീനെ അതിൻ്റെ യഥാർത്ഥ ഉമ്മാക്കോ വാപ്പാക്കോ കൊടുക്കണം. കാരണം അത് ചെയ്യേണ്ട കാര്യമാണ്, അത് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല സംഭവം. ഓക്കെ, ആ വീഡിയോ ഞാൻ കാണിക്കാം. നമുക്കൊരു സ്ത്രീ വിളിക്കുന്നത്, 2 സ്ത്രീകളുണ്ട്, അന്നത്തെ പോലെ തന്നെ 2 സ്ത്രീകൾ. ഒരു സ്ത്രീ കമന്റ് ഇട്ടേക്കാണ്, കുട്ടി ദിയ ഫാത്തിമ പെരിന്തൽമണ്ണയിലുണ്ട്. എനിക്ക് ഒരാളെ ബോധിപ്പിക്കാൻ ആ കമന്റ് എടുത്തിട്ട് ഇവിടെ കാണിച്ചു തരാം. അവർക്ക് അവിടെ പോയാൽ നിങ്ങൾക്ക് കാണാം. എൻ്റെ അല്ല, ഗൂഗിൾ പ്ലേപ്പിൻ്റെ ആണോ തോന്നുന്നത്, എവിടെ കമന്റ് ഇട്ടാണ്, ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഇവിടെ കാണിച്ച് തന്ന് നിങ്ങളെ ബോധിപ്പിക്കുക. അങ്ങനത്തെ ചെറിയ ആവശ്യങ്ങളൊക്കെ ഞാൻ എഡിറ്റിങ് എന്നെ കൊണ്ടൊന്നും വയ്യ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകും. അപ്പൊ അങ്ങനെ ഈ കമന്റ് ഇട്ടപ്പോൾ പെരിന്തൽമണ്ണയിലുണ്ട്, ഞാൻ ആകാംക്ഷയോടെ അപ്പൊ തന്നെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഏതോ വിവരമില്ലാത്തൊരു സ്ത്രീ, എൻ്റെ മക്കളാരോ
ഇട്ടതും അവരെന്തോ പക്ഷെ മനോഹരമായ കൈയെഴുത്ത്, അതായത് അത്രയും വൃത്തിയില് അവരെ കുട്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അത്രയും വൃത്തിയിൽ ആ കുട്ടിയല്ലാതെ ആ പെണ്ണല്ലാതെ അത് ചെയ്യൂല, എഴുതൂല കമന്റ്. കുട്ടികളെ എഴുതുമ്പോ ഒന്നുകിൽ ഇംഗ്ലീഷ് മംഗ്ലീഷ് ആയിരിക്കും എഴുതുക, അല്ലെങ്കിൽ എഴുതും നല്ലൊരു അക്ഷരത്തെറ്റ് കാണും. ആ ചെറിയ കുട്ടികളാണ്. ഇപ്പൊ അവർക്കുള്ള റീച്ചിന് വേണ്ടിയിട്ടൊക്കെ ഇട്ട കമന്റ് ആയിരിക്കും, അത് പോട്ടെ. രണ്ടാമത്തത് ഒരു അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടീനെ വളർത്തുന്നുണ്ട്, ഏകദേശം 2014 തൊട്ടിട്ടാണ് വളർത്തുന്നുണ്ട് ഇവിടെ ഇന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ വളരെ ശക്തമായിട്ട് അന്വേഷിച്ചു, പോയി നോക്കിയപ്പോൾ ദിയമോള് വലുതായ എത്ര ഉണ്ടാവും അതുപോലത്തെ ഒരു മോളാണ്. ഞാൻ ഉമ്മക്ക് അയച്ചു കൊടുത്തു, വീഡിയോ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്. ഉമ്മ പറഞ്ഞു അത് ഒരു പൊരുത്തമില്ല ഒരിക്കലും. എനിക്കും തോന്നി അത് കേട്ടോ. അതൊക്കെ ആരുടെ മക്കളാ? സത്യസന്ധമായ കാര്യമായിരുന്നു അത്. അതൊക്കെ ആരുടെ മക്കളാണ്? അതൊക്കെ എവിടുന്നൊക്കെ കൊണ്ടുവന്നാണ്. അവർക്ക് നിങ്ങൾക്കറിയാം, ഒരു കുട്ടീനെ ദത്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. ഇവര് ദത്തെടുക്കാനുള്ള സാമ്പത്തികമൊന്നും ഇവർക്കില്ല. ഒരു കുട്ടീനെ 2 കുട്ടികളുണ്ടായിരുന്നു. ഒരു കുട്ടി വലിപ്പം കൂടിയോണ്ട് അവർക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർക്ക് തിരിച്ചു കൊടുത്തു. രണ്ടാമത്തെ കുട്ടീനെയാണ് ഇവർ വളർത്തിയത്. 3 കുട്ടികളുണ്ടായിരുന്നു, 3 കുട്ടികൾ. ഇപ്പൊ 2 കുട്ടികളെ ഒഴിവാക്കി ഈ ചെറിയ കുട്ടീനെയാണ് ഇവരെടുത്ത് വളർത്തിയെന്ന് പറഞ്ഞു. ഇതൊക്കെ ആരാണ് ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്നത്? ഇത് പറയാനുള്ളൂ ഗൈസ്, കൂടുതലൊന്നും സംസാരിക്കാനില്ല. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.